ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പാർട്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫേസ് ഷെയ്ഡിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ടിൽ ഏകദേശം ഫേസിൻ്റെ പകുതിയോളം മാത്രമേ നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നുള്ളൂ. കാരണം ഇത് ഫുള്ളായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നല്ല സമയം എടുക്കും. അതുകൊണ്ട് വീഡിയോ കുറച്ച് ലെങ്തി ആയിപ്പോയി. അതുകൊണ്ട് ഞാൻ ഒരു പകുതിയോളം മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസിൽ നോക്കിയാൽ തന്നെ അറിയാം നമുക്ക് നല്ല രീതിയിൽ ഷെയ്ഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ വരയ്ക്കുന്ന ഈ ഒരു ഭാഗത്ത്, അതായത് നമ്മൾ ഈ ഒരു ഫോട്ടോ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഇടത് സൈഡിൽ നിന്നാണ് ലൈറ്റ് അടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വലത് സൈഡിലേക്ക് അത്യാവശ്യം ഷാഡോസ് വരുന്ന ഭാഗമാണ്. അപ്പോൾ ആ ഒരു ഭാഗത്താണ് നമുക്ക് കൂടുതലായിട്ടും ഷെയ്ഡിങ് വരേണ്ടത്. അപ്പം ഇടത് സൈഡിലേക്ക് നമുക്ക് ഒരുപാട് ഷെയ്ഡിങ് വരുന്നില്ല, ലൈറ്റ് ഷെയ്ഡ് മാത്രമേ വരുന്നുള്ളൂ. നമ്മളിവിടെ കണ്ണ് വരച്ചാണ് തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ കണ്ണ് വരയ്ക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ കണ്ണിലെ കൃഷ്ണമണിയിൽ ചെറിയ ഒരു ലൈറ്റ് അടിക്കുന്ന ചെറിയ ഏരിയാസൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ ചെറിയൊരു വെളുത്ത പൊട്ടുകളൊക്കെ നമുക്ക് കാണും. അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ അതുപോലെ തന്നെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ എടുത്ത് നിൽക്കുന്ന രീതിയിൽ തന്നെ ചെയ്യുക. എന്നിട്ട് അതിന് ചുറ്റുമുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ഷെയ്ഡ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും പെൻസിൽ ചെരിച്ച് പിടിച്ച് ഈ രീതിയിൽ ഷെയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഷെയ്ഡ് ചെയ്യുന്ന അനുസരിച്ച് നിങ്ങൾ ബ്ലെൻഡ് ചെയ്ത് പോവുക. പേപ്പർ സ്റ്റമ്പോ ബ്രഷോ ഉപയോഗിച്ച് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് പോകണം. പിന്നെ നമ്മൾ ഷെയ്ഡിങ്ങിനെ കുറിച്ച് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നമ്മൾ ഷെയ്ഡിങ് എങ്ങനെ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഷെയ്ഡിങ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്ന കാര്യങ്ങളൊക്കെ ആ വീഡിയോയ്ക്ക് പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് ഈ ലൈറ്റ് അടിക്കുന്ന കാര്യങ്ങളും അതുപോലെ നമുക്ക് എങ്ങനെയാണ് ഷെയ്ഡ് ചെയ്ത് തുടങ്ങേണ്ടതും അങ്ങനെ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾ കാണാത്തുണ്ടെങ്കിൽ. പിന്നെ നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് വന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ ഓൾഡ് വീഡിയോസൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക. ഡ്രോയിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ നമ്മുടെ കളർ പെൻസിൽ ഡ്രോയിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു ബിഗിനറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ആ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ അത്യാവശ്യം വരയ്ക്കാനൊക്കെ നല്ല രീതിയിലൊക്കെ പറ്റുമായിരിക്കും. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറന്നു പോകില്ല. പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് വെച്ചിട്ട് നോട്ടിഫിക്കേഷൻ ഓളുന്ന ഓപ്ഷനോടെ എനേബിൾ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ വഴി അത്യാവശ്യം ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഡ്രോയിങ്ങൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കും. പിന്നെ മിക്ക വീഡിയോക്കകത്ത് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തന്നെ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഡ്രോയിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമൻറ്റായിട്ട് ചോദിക്കാം, ഇല്ലെങ്കിൽ മെസ്സേജായിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറുണ്ട്. അതുവഴി നിങ്ങൾക്ക് മെസ്സേജായിട്ട് ചോദിക്കാം, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും.
പിന്നെ നിങ്ങൾ ഷെയ്ഡിങ് ചെയ്യുമ്പം എപ്പോഴും ലൈറ്റായിട്ടുള്ള ഷെയ്ഡ് വേണം ഡാർക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അതിന് ഡാർക്ക് ഷെയ്ഡ് അപ്ലൈ ചെയ്യരുത്. ഓരോ വീഡിയോക്കകത്ത് ഞാൻ പറയുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ലൈറ്റായിട്ടുള്ള പെൻസിൽ ഉപയോഗിച്ചാണ് ഷെയ്ഡ് ചെയ്ത് തുടങ്ങിയിട്ടാണ് പിന്നീട് അടുത്തൊരു ലെയർ പോലെയാണ് നമ്മൾ അടുത്തൊരു പെൻസിൽ യൂസ് ചെയ്യുന്നത്. അപ്പം ഓരോന്നും ഗ്രേഡ് അനുസരിച്ച് 4B 6B അങ്ങനെ ഡാർക്ക്നെസ് കൂട്ടിയുള്ള പെൻസിൽ നമുക്ക് എന്തൊരു ഷെയ്ഡ് നോക്കിയിട്ട്, അതായത് നമുക്ക് ഒരുപാട് ഷെയ്ഡിങ് വേണ്ട സ്ഥലത്ത് മാത്രം ഗ്രേഡ് കൂടി, അതായത് 6B ഒക്കെ ഉപയോഗിക്കാം. ഇപ്പോൾ നമുക്ക് അതിനകത്ത് 6Bയും 4B ഒക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഒരു പെൻസിൽ ഉപയോഗിച്ച് തന്നെയാണെങ്കിലും ഷെയ്ഡ് ചെയ്യാൻ നമുക്ക് ഓരോ പെൻസിൽ മാറേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊരു 4B പെൻസിൽ അല്ലെങ്കിൽ 2B പെൻസിലാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ആ ഒരു പെൻസിൽ ഉപയോഗിച്ച് തന്നെ ഒരു ഫേസ് ഫുള്ളായിട്ട് ഷെയ്ഡ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഓരോ ലെയറായിട്ട് ചെയ്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ലെയർ ചെയ്യുക, അതിനുശേഷം അതിൻ്റെ മുകളിൽ അടുത്ത ലെയർ ചെയ്യുക. അതാകുമ്പോൾ നമുക്ക് ഡാർക്ക്നെസ് കൂട്ടിയും കുറച്ചും ചെയ്ത് പോകാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. പിന്നെ എന്നോട് ചിലർ ചോദിക്കുന്നൊരു കാര്യമാണ് ഞാൻ ഏത് പെൻസിലാണ് യൂസ് ചെയ്യുന്നതെന്ന്. ഞാനിപ്പം നിലവിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആർട്ട്ലൈൻ്റെ പെൻസിലാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന അപ്സരയുടെ പെൻസിലായിരുന്നു. നമ്മൾ നോർമൽ പെൻസിലില്ലേ, നമ്മളെ കടയിൽ നിന്നൊക്കെ വാങ്ങിയ മിക്ക കടയിലും കിട്ടുന്നൊരു പെൻസിലാണ് 5 രൂപയുടെ പെൻസിലില്ലേ, അപ്സരയുടെ ആ ഒരു പെൻസിലായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ഓൾഡ് ഡ്രോയിങ്ങൊക്കെ നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഓൾഡ് വീഡിയോസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ എൻ്റെ അടുത്ത് കാണാം ആ ഒരു പെൻസിൽ യൂസ് ചെയ്ത് മാത്രമാണ് ഞാൻ ഡ്രോയിങ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ഞാൻ ഈ ഒരു ആർട്ട്ലൈൻ പെൻസിൽ വാങ്ങാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായിട്ടില്ല. പിന്നെ ഞാൻ പെൻസിൽ ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് ഒന്ന് മാറ്റി നോക്കണമെന്നുണ്ട്. അപ്പോൾ ഞാൻ പെൻസിൽ വേറെ മേടിക്കുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് ഡ്രോയിങ് ചെയ്ത് നോക്കാം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ആ ഒരു പെൻസിലൊക്കെ വാങ്ങി യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ നിലവിൽ ഈ ഒരു ആർട്ട്ലൈൻ്റെ പെൻസിൽ എനിക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നുന്നില്ല. അത്യാവശ്യം നല്ലതാണ്, നമുക്ക് വരയ്ക്കാനൊക്കെ കുഴപ്പമൊന്നുമില്ല, വലിയ റേറ്റൊന്നും വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങി യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു ചാനൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എൻ്റെ ഡ്രോയിങ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. അത്യാവശ്യം ഞാൻ യൂസ് ചെയ്യുന്ന ഡ്രോയിങ് മെറ്റീരിയൽസിനെ കുറിച്ചൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് വാങ്ങി നോക്കി ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. പിന്നെ ഒരുപാട് മെറ്റീരിയൽസൊന്നും, ഒരുപാട് റേറ്റ് കൂടിയ കാര്യങ്ങളൊന്നും മെറ്റീരിയൽസൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. പിന്നെ നിങ്ങൾ വരച്ച് തുടങ്ങുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വില കൂടിയ പെൻസിലിൻ്റെയോ മെറ്റീരിയൽസിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിലുള്ള പെൻസിലും മെറ്റീരിയൽസും ഒക്കെ തന്നെ മതി. അത് വെച്ച് നിങ്ങൾ വരച്ച് തുടങ്ങുക. എന്നിട്ട് കുറച്ചൊന്ന് ഇമ്പ്രൂവ് ആയി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കിയാൽ മതി പെൻസിലൊക്കെ. ഞാനും അങ്ങനെയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് വലിയ വില കൂടിയ പെൻസിൽ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നല്ല രീതിയിൽ വരയ്ക്കണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പെൻസിൽ ഉപയോഗിച്ചാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വരയ്ക്കാനൊക്കെ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ളൊരു മനസ്സുണ്ടായാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഡ്രോയിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സമയം, അതായത് ഒരു ദിവസം ഇന്ന സമയം അല്ലെങ്കിൽ ഇത്ര സമയം മാറ്റി വെച്ചിട്ട് ആ ഒരു സമയത്ത് നിങ്ങൾ വരയ്ക്കണം. ഇഷ്ടമുള്ള ഫോട്ടോസോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണോ അത് വരയ്ക്കുക. അപ്പം ആ ഒരു തലത്തിൽ നിങ്ങൾ വരച്ച് വന്ന് മുമ്പോട്ട് പോയി കഴിയുമ്പം ഈ പറഞ്ഞാൽ കുറച്ച് ഇമ്പ്രൂവ് ആയി കഴിഞ്ഞിട്ട് മെറ്റീരിയൽസൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ തന്നെ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ട് വലിയ താമസിക്കാൻ നമുക്ക് ചെയ്യാം. അപ്പം അതുവരെ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം നിങ്ങൾ.